പുറത്തേക്ക് ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് റിസോർട്ടിൻ്റെ ഒരു വ്യൂ കാണിച്ചു തരാമെന്ന് വിചാരിച്ചതാണ്. അപ്പം ഇറങ്ങിയ എന്തായാലും എനിക്ക് കോപ്പിറൈറ്റ് ഉറപ്പാണ്. കാരണം എന്താ വെച്ചാൽ താഴെ നല്ല 1.5 പാട്ട് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നില്ല. ഇവിടെ നിന്നിട്ട് വ്യൂ കാണിച്ചു തരാനായിട്ട് എനിക്ക് ഒഴിവും ഇല്ല. അവിടെ മലയിലൊക്കെ എന്തോ വെളിച്ചമൊക്കെ കത്തുന്നു നന്നായിട്ട്. പുറത്ത് നല്ല ലൈറ്റൊക്കെ ഇട്ട് അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷേ എന്താ പറയുക, നല്ല പാട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ കുക്ക് ചെയ്യേണ്ട ആൾക്കാർക്ക് കുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടും ഈ പറഞ്ഞതുപോണം എന്താ അങ്ങനത്തെ കുറച്ച് ഫാമിലീസ് ഉണ്ട്, ഫ്രണ്ട്സായിട്ട് വരുന്ന ആൾക്കാരുണ്ട്, കപ്പിൾസായിട്ട് വരുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പല പല ഇവിടെ വലിയ ഒരു എന്താ പറയുക റിസോർട്ടാണ്. മഡ് ഹൗസായിട്ട് വേറെ ഉണ്ട്. അങ്ങനെ എന്താ ഓരോന്നിനും പേരാണ്. നമ്മൾ വില്ലയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പുറത്തത്തെ അവർ നൈറ്റിലേക്കുള്ള മറ്റേ ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ച് തരാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഒടുക്കമത്തെ പാട്ട് താഴെ വെച്ചിട്ടുണ്ട്. അതെനിക്ക് കോപ്പിറൈറ്റ് കിട്ടും. അതുകൊണ്ട് പിന്നെ ഞാൻ അതൊന്നും കാണിക്കാതിരിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും കുറച്ച് കഴിഞ്ഞാൽ ഞാൻ താഴോട്ട് ഇറങ്ങും. ഇപ്പോഴേ ഇറങ്ങേണ്ട ആവശ്യമില്ലല്ലോ, 12 മണിയൊക്കെ ആകുമ്പോഴേക്ക് ഇറങ്ങിയാൽ മതിയല്ല. ഹാപ്പി ന്യൂ ഇയർ ആവുന്ന സമയത്ത്. അപ്പോൾ ഇറങ്ങാമല്ലോ എന്ന് കരുതി അന്നപ്പോൾ ഞാൻ കാണിച്ചിരുന്നുണ്ട്. അപ്പം വീഡിയോസൊക്കെ ഞാൻ എടുക്കുന്നുണ്ട്. ഓൺ വോയിസ് ഇട്ടിട്ട് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അല്ലാത്ത പക്ഷം റിയലായിട്ടുള്ളത് എനിക്കൊന്നും കൊടുക്കാൻ പറ്റില്ല. കാര്യം നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. വേറൊരു രസം എന്താ വെച്ചാൽ ഈ റിസോർട്ടുമായിട്ട് എനിക്ക് ഒരു ആത്മബന്ധം എന്ന് പറയാൻ, ഇതിപ്പം 3-ാമത്തെ വർഷമാണ് ഞാനിവിടെ വരുന്നത്. 4-ാമത്തെ പ്രാവശ്യമാണ് ഇവിടെ വരുന്നത്. കഴിഞ്ഞ ന്യൂ ഇയർ ഞാൻ ഇവിടെ നിന്നായിരുന്നു ആഘോഷിച്ചത്. അന്ന് കേക്ക് കട്ടിങ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടുന്ന്. അന്ന് അവർ അവിടുന്ന് എന്നെ വെൽക്കം ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ, യൂട്യൂബർ ജസ്ന സലീം എന്ന് പറഞ്ഞിട്ടായിരുന്നു എന്നെ അന്ന് അവർ വെൽക്കം ചെയ്തത്. അന്ന് ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് ഏപ്രിലിൽ തുടങ്ങിയിട്ട് ഡിസംബർ അത്ര സമയമായിട്ടുള്ളായിരുന്നു. 10,000-25,000 സബ്സ്ക്രൈബേഴ്സ് മാത്രമുള്ള ഒരു യൂട്യൂബ് ചാനൽ, വലിയ റീച്ച് ഇല്ലാത്തൊരു യൂട്യൂബ് ചാനലായിരുന്നു അന്ന്. പക്ഷേ അവരെന്നെ മെൻഷൻ ചെയ്തത് യൂട്യൂബർ എന്നുള്ള രീതിയിലായിരുന്നു, അല്ലാതെ ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലല്ലായിരുന്നു എന്നെ അവർ മെൻഷൻ ചെയ്തത്. ഇന്ന് ഈ ഒരു വർഷത്തിൽ ഞാനിവിടെ എത്തി നിൽക്കുന്ന സമയത്ത് 75,000 സബ്സ്ക്രൈബേഴ്സും നല്ല റീച്ചുമുള്ള ഒരു യൂട്യൂബറായിട്ട് തന്നെയാണ് ഇന്ന് ഈ ഒരു ഇയറിൽ ഞാനിവിടെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു പ്രൗഡായിട്ട് തോന്നി. അതൊന്ന് നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഫ്രണ്ട് പോയിട്ട് പറയാമെന്ന് വിചാരിച്ചു. ഫ്രണ്ടിൽ നമുക്ക് ഇരിക്കാനും കുട്ടികൾക്ക് കളിക്കാനും പൂളായിട്ടും ഒക്കെ ഇഷ്ടം പോലെ സംഭവങ്ങളുണ്ട്. ഇപ്പോഴും പൂളിലൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരാട്ടോ. ഇമാതിരി തണുപ്പാന്നറിയോ. പക്ഷേ ഈ പറഞ്ഞത് പോണം എന്താ പാട്ട് ഉള്ളതുകൊണ്ട് എനിക്ക് ഫ്രണ്ടിലെ വ്യൂവും കാര്യങ്ങളൊന്നും കാണിച്ചു തരാൻ പറ്റുന്നില്ല. അപ്പോൾ പ്രോഗ്രാമൊക്കെ തുടങ്ങുന്ന സമയത്ത് ഇവിടെ DJയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ തുടങ്ങുന്ന സമയത്ത് ഞാൻ എടുത്തിട്ട് ഞാൻ തന്നെ വോയിസ് കൊടുത്തിട്ട് ഞാൻ തന്നെ നിങ്ങൾക്ക് മുമ്പിൽ സ്വയം രതീഷ് എന്ന് മറ്റേ വിമൽ കുമാർ എന്ന് പറഞ്ഞതിൻ്റെ മാതിരി ഞാൻ തന്നെ ഓൺ വോയിസ് കൊടുത്തിട്ട് ഞാൻ തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഫ്രണ്ടിലെ വ്യൂ കാണിച്ചു തരാൻ പറ്റാത്തതുകൊണ്ട് ജസ്റ്റ് ഒരു ഇപ്പോഴത്തെ ഒരു അപ്ഡേഷൻ തന്നു എന്നേ ഉള്ളൂ. എൻ്റെ വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് മാത്രം കേട്ടോ. ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർ സ്ക്രോൾ ചെയ്ത് പോവുക. അതായിരിക്കും നിങ്ങൾക്കും എനിക്കും നല്ലത്. ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അവർ കണ്ടോട്ടെ. അവർക്കറിയാൻ ആഗ്രഹമുണ്ട് ഇപ്പം എൻ്റെ ഓരോരോ അപ്ഡേഷനുകളും. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സലീം. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഞാൻ ഇന്ന് കിടന്നുറങ്ങുള്ളൂ കേട്ടോ. എല്ലാ ഡീറ്റെയിലും ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ബൈ.